വാവട്ടാ, എന്താണ് അവിടെ? എന്താ പരിപാടി? ആ ആ ആ ഏത് സ്ഥലം? അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാവട്ടനോട് ഞാൻ പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ആ അതന്നെ ചേട്ടാ. ആ രതീഷും കൂടിയിട്ട് ഇറങ്ങി നിൽക്കണ കൊളാണ് കാണിക്കുന്നത്. ഇപ്പൊ വെള്ളം വന്ന് ഫില്ലായി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിലേക്കിപ്പോ ഇപ്പാണ് പോകാൻ പറ്റില്ല. തോർത്തം കൊണ്ടൊന്നും ഇല്ല, തോർത്താൻ ഇറങ്ങി കഴിഞ്ഞാൽ തോർത്തൊന്നും ഇല്ല. അപ്പൊ ഇറങ്ങാൻ പറ്റില്ല. തോർത്തൻ്റെ നമുക്ക് ഒന്ന് ഇറങ്ങിയിട്ട് നീന്തി വെക്കാറുണ്ട്. അപ്പൊ അതിന് പകല്ലാണ്ടായില്ലേ. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങിയിട്ട് പോവാം. താഴത്തേക്ക് പോവാം, പറയാനുണ്ട് കാര്യങ്ങൾ പറയാലോ. ചേട്ടാ എന്താണ് പറയാള്? എനിക്ക് ഈ പ്രദേശം വളരെ അധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അതെ, സംഭവം എന്താണെന്ന് വെച്ചാൽ റോഡ് സൈഡാണ്. റോഡിന് അരികിൽ ഇങ്ങനെ ഒരു ലൊക്കേഷൻ. കുളത്തിലേക്ക് ഒന്ന് തിരിക്കോ ക്യാമറ. ഈ വെള്ളം നിൽക്കുന്നതിൻ്റെ ആ കാണുന്നില്ലേ, ആ അറ്റത്താണ് നമ്മുടെ അന്ന് നീയും കുട്ടുമുടി നമ്മുടെ ഇന്നത്തെ പ്രണയത്തിൻ്റെ 5ാമത്തെ എപ്പിസോഡല്ലേ? അതെ അതെ. ആ എപ്പിസോഡിലെ മർമ്മപ്രധാനമായുള്ള ഒരു സീന് ചിത്രീകരിച്ച ആ വെള്ളത്തിനടിയിലാണ്. ആ ഉള്ളിലല്ലേ? വെള്ളത്തിനടിയിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. അന്ന് വെള്ളമില്ല, വേനൽക്കാലല്ലേ, സമ്മറിലല്ലേ, നല്ല കടുത്ത വേനലായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പ്രണയം എന്നുള്ള വെബ് സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത ആരംഭം, ആ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. അതിന് ലൊക്കേഷനാണ് ഈ വെള്ളം നിൽക്കുന്ന ആ കുളത്തിൽ. അന്ന് വെള്ളമില്ല, അതിൻ്റെ അടിയിലാണ് അന്ന് കുട്ടും കൂടിയിട്ടുള്ള സംഭാഷണങ്ങളെല്ലാം ഞങ്ങൾ ചിത്രീകരിച്ചത്. അപ്പോൾ ആ രംഗങ്ങളൊന്നും ആ ലൊക്കേഷൻ നമുക്ക് വീണ്ടും കാണാം. അന്നത്തെ ഇന്നത്തെ മാറ്റങ്ങൾ അറിയാലോ. അതെ, ഫുള്ള് വെള്ളം വന്നിട്ട് നിൽക്കുക അല്ലേ? അതെ. നന്നായി പാടുന്നുണ്ടല്ലോ. പാട്ടാർക്കും പാടാലോ. അതന്നെ. ഇതാണ് നമ്മുടെ കവക്കോട് ദേശം കേട്ടോ. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി പഞ്ചായത്തിലാണ് കവക്കോട് എന്ന് പറയുന്ന ദേശത്താണ് ഈ കുളം. ഈ കുളം പറ്റിയ നേരത്താണ് ഞങ്ങൾ ഇതിനുള്ളിൽ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഈ ലൊക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. ഇത് യാദൃശികമായിട്ടാണ് നമ്മൾ പോണ വഴിയിലാണ് ഇത് കണ്ടത്. പോണ വഴിയിലാണ് കഥ കിട്ടിയത് നമ്മൾ അല്ലേ? ആ സമയത്ത് യാദൃശ്യമായിട്ടൊരു കഥ വന്നതാ. കഥയും ലൊക്കേഷനും എല്ലാം യാദൃശ്ചികമാണ്. അതെ, വളരെ യാദൃശ്ചികമായ നല്ല, ശരിക്കും നല്ല തികഞ്ഞ ഒരു ഗ്രാമം അല്ലേ? അതെ അതെ, വളരെ മനോഹരമായ ഗ്രാമം കേട്ടോ കവക്കോട്. ആ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഗുഹ പോലുള്ള ഓരോരോ വലിയ വലിയ ഗുഹകളാണ്. അത് ശരിക്കും നിങ്ങളിത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ 5ാമത്തെ എപ്പിസോഡ് ഇതിലടിയിൽ ചേർക്കുന്നുണ്ട്. പിന്നെ 5ാമത്തെ എപ്പിസോഡ് ഇന്നത്തെ പ്രണയം 5ാമത്തെ എപ്പിസോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴത്ത് ചേർത്ത്. ആ അപ്പോൾ ഇന്നത്തെ മാറ്റും അന്നത്തെ കാഴ്ചകളും അത് വ്യത്യസ്തമായ ഒരു എന്താ അനുഭവം. നോക്കൂ, 2 പക്ഷികളുടെ അടിയിൽ പറന്നു പോയി. എപ്പോ? അതെ, അങ്ങോട്ടേക്ക് ക്യാമറ വെച്ചേക്ക്. പക്ഷികൾ പറക്കുന്നില്ലേ? ഗ്രാമാന്തരീക്ഷം ബ്യൂട്ടി. അതെ, നാച്ചുറൽ ബ്യൂട്ടി. വാ, അടിപൊളിയില്ലേ? ആ ബാവട്ടിനൊരു പ്രത്യേകത ഉണ്ട്. കുളം, കായല്, കടല്, ഈ മീൻപിടുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ബാവട്ടിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു എന്താ പറയുക, ഒരു മേഖല. ഞാൻ നേരെ തിരിച്ചോ. അല്ല, ഞാൻ പറയട്ടെ, ചൂണ്ടിലിട്ട് മീൻ പിടിക്കില്ലേ? ചൂണ്ടായിട്ടത് നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ? എങ്ങനെയെന്ന് ചോദിക്കൂ. നമ്മളൊരു ഇര കുറക്കുന്നു, എന്നിട്ട് മീനിൻ്റെ ആ ഒരു മത്സ്യത്തിൻ്റെ വിശപ്പിനെയാണ് നമ്മൾ മുതലാക്കുന്നത്. ഈ മത്സ്യം അതിന് വിശപ്പ് കൊണ്ടാണല്ലോ ഇര വന്നിട്ട് പിഴുങ്ങുന്നത്. അങ്ങനെയുള്ള ഈ ചൂണ്ടക്കുളത്തിൽ കിടന്ന് പടയുന്നത്. നമ്മളൊരാളുടെ പട്ടിണിയെ ചതിച്ചുകൊണ്ടാണ് നമ്മൾ പട്ടിണി മാറ്റുന്നത്, മീൻ പിടിച്ച് കഴിക്കുന്നത്. അത് തെറ്റല്ലേ? തെറ്റെന്ന് പറഞ്ഞാൽ നമ്മളെ ഭൂമിയിൽ പ്രകൃതി തന്ന ഒരു സംഭവങ്ങളല്ലേ ചാക്രിയം. കാരണം വെച്ചാൽ പാമ്പുകൾ കൂടുതലുണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമല്ലേ? അതിനാണ് കീരി, പാമ്പിനെ പിടിക്കാൻ കീരി. അത് പറഞ്ഞത് നമുക്ക് വല വീശി പിടിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഇത് പക്ഷേ ഇത് ഭക്ഷണം കാണിച്ചിട്ട് പറ്റിക്കല്ലേ ചൂണ്ടലിടുന്നതെന്ന് ചോദിച്ചു, വേറൊന്നുമില്ല. ആ കാര്യം നമുക്ക് ബാവട്ടോട് ചോദിക്കാം. ബാവട്ട, എന്താണ് ജീതചേട്ടൻ പറഞ്ഞതിലുള്ള ആ കാര്യത്തോട് യോജിപ്പുണ്ടോ?
അങ്ങനെ നോക്കുക ഈ പ്രപഞ്ചത്തിലൊന്നും തിന്നാൻ പറ്റില്ല. അല്ല അത് പോയിന്റാണ്. ഞാൻ എൻ്റെ ഒരു പ്രകൃതി നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ പറഞ്ഞോ. അങ്ങനെ നോക്കുക ഈ പ്രപഞ്ചത്തിലൊന്നും തിന്നാൻ പാടില്ല. മീൻ തിന്നാൻ പറ്റില്ല, പച്ചക്കറി തിന്നാൻ പാടില്ല. പച്ചക്കറിക്കൊക്കെ വളമിട്ട് കൊടുക്കണല്ലോ, അത് അതിന് തീറ്റല്ലേ. അത് ജൈവവളം രാസവളം. അത് നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്ക് ജീവനുള്ള സംഭവമാണ് നമ്മൾ പറയണത്. ഞാൻ ചോദിച്ചിത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, അതായത് നമ്മളൊരു വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പോലെയാണ് ഈ ഇര കൊടുക്കുന്നത്. അപ്പം മത്സ്യം വന്നിട്ട് ഇതിന് വിശപ്പ് തീരാനാണ് ഈ ഇര വിഴുങ്ങുന്നത്. പക്ഷെ അത് ജീവൻ പോകണം അവിടെ. അത് നമ്മൾ മുതലാക്കണം. മനുഷ്യന്മാർ അതിനെ ചതിക്കില്ലേ എന്ന് ചോദിച്ചോളൂ. കാര്യമില്ല. അപ്പൊ നോക്കാച്ചപ്പോ പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ശരിയാണ്, അതൊന്നും കാര്യമില്ല. മീൻ പിടിക്കുന്നുണ്ട്, ചൂണ്ടക്കാർ എത്ര ആളുണ്ട്. അപ്പൊ ഞാനും നിങ്ങളും പറഞ്ഞോണ്ടെന്ന് ആരും നിർത്തലാക്കാൻ പോണില്ല. കൂടുതലേ വരുള്ളൂ. അല്ല ഇത് നിർത്തലാക്കണം എന്നല്ല കേട്ടോ പറഞ്ഞേ. ഞാനൊരു ചെറിയൊരു സംവാദത്തിന് വേണ്ടി ഒരു ഹിന്റ് ഇട്ട് വന്നാണ്. ചെറിയൊരു സംശയം. നമ്മൾ നിർത്തലാക്കുന്നില്ല. ചൂണ്ടലിന് മീൻ ഇഷ്ടം പോലെ ആൾക്കാർ പിടിക്കുന്നുണ്ട്. ഞാൻ അതിന് അതിന്റെ ഒരു ഘടന പറഞ്ഞത്, അതിന്റെ രീതി. അല്ലാതെ പിടിക്കണ്ടെന്നല്ലേ പറഞ്ഞു. പിടിച്ചോളൂ, എത്ര വേണമെങ്കിൽ പിടിച്ചോളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതൊക്കെയാണ് സടകുട മീഡിയയുടെ ചർച്ചകള്. അപ്പോൾ സടകുട മീഡിയ ഇങ്ങനത്തെ ആരോഗ്യകരമായ ചർച്ചകളൊക്കെ ഇടയ്ക്ക് നടത്താറുണ്ട്. വളരെ വളരെ ആരോഗ്യകരമായ ചർച്ചകളാണ് ഞങ്ങൾ, അല്ലേ? നമ്മുടെ ഇത് നമുക്കൊരു എന്താ പറയുക സങ്കല്പം ഉണ്ടായിരിക്കുമല്ലോ, ഭാവി ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊരു, അല്ലേ? അതെ, ശരിക്കും പറഞ്ഞ ഒരു സങ്കല്പം ഉണ്ട്. അതുകൊണ്ട് പറയും, സംസാരിക്കുക, ജസ്റ്റ് വെറുതെ. അതിലിപ്പോ നമ്മള് ഇതിപ്പോ ആരിനെ എതിർക്കല്ലേ നമ്മള് ചുമ്മാ ഒരു എന്താ പറയാ, ഈ മീനിന്റെ കാര്യം പറഞ്ഞു നോക്കുമ്പോ കുളം ആദ്യം പറഞ്ഞു, ചിത്രീകരണം പറഞ്ഞു, ഷൂട്ടിങ് കഴിഞ്ഞു, പിന്നെ മീൻപിടുത്തേക്ക് പോയി, പിന്നെ കാര്യങ്ങൾ ചർച്ചകൾ പോയി. ഇനി എങ്ങനെ പോണ്? ഇനി വീട്ടിലേക്കാണ്. അപ്പോൾ നമ്മളെ കുട്ടുവിനെ എപ്പോഴാണ് കാണുക? കുട്ടു മിസ്സിംഗ് ആണ്. വാവട്ട കുട്ടുവിന് രാവിലെ ഉണ്ടായല്ലേ? വാവട്ട കുട്ടുവിന് രാവിലെ കാണില്ല. കുട്ടുവിന്റെ ഞങ്ങളുടെ ഒരു എന്താ പറയാ, പിന്നെ നമ്മുടെ അന്ന് ലൈവ് ഇട്ടപ്പോഴേ നമ്മളത് എഡിറ്റ് ചെയ്തു അല്ലേ? ഒരു സ്ത്രീയുടെ ഡയലോഗ് ഉണ്ടായിരുന്നുണ്ട്. സ്ത്രീ തന്നെ തോന്നുന്നു, പ്രസന്നോ അങ്ങനെ എന്തോ ഡയലോഗ്, ഒരു ഐഡിയ എന്നാണ് ആ കമന്റ്സ് വന്നത്. നമ്മൾ ജോലിക്ക് പോടോ, വല്ല പണിക്കും പോടോ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ്സ് കണ്ടു. അപ്പൊ അതിന്റെ കുറച്ചുകൂടി ഒന്ന് പറയാം. നമ്മളെന്തുകൊണ്ട് ജോലിക്ക് പോയില്ല എന്ന് ചോദിക്കാൻ ആളില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബാബുവളിയൻ, നമ്മുടെ പ്രിയതാരം ബാബുവളിയൻ ഒരു സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ്. അപ്പോൾ ആ സർജറി കഴിഞ്ഞ് റെസ്റ്റിലായതുകൊണ്ടാണ് അദ്ദേഹം ജോലിക്ക് പോകാത്തത്. പിന്നെ കുട്ടൻ രതീഷ് പാലയ്ക്ക് എന്ന് പറഞ്ഞ ആള് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ലീവ് മാറ്റിയിട്ട് വീണ്ടും ദുബായിക്ക് പോകണമെന്നാണോ ആ കമന്റ് ഇട്ട ആള് ഉദ്ദേശിക്കുന്നത് അറിയില്ല. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് പിന്നെ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നത്. ഞാൻ കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ട് ഞാൻ ലീവിലാണ്, ജോലിക്ക് പോകുന്നില്ല. എൻ്റെ ചെറുവലിന് ചെറിയൊരു ഒടിവ് പറ്റിയിട്ടുണ്ട്. അതിന്റെ കാലിൽ ബാൻഡേജ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. കാണിക്കണ്ട, നമുക്കറിയാവുന്നവർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് മാഡം നമ്മൾ ജോലിക്ക് പോകാഞ്ഞത്. എന്തായാലും ഉടനെ തന്നെ ജോലി ആരംഭിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും തിരക്കിൽ പെടും. അപ്പോൾ ഇപ്പോഴുള്ള കമന്റ്സ് നെഗറ്റീവ് കമന്റ്, പോസിറ്റീവ് കമന്റ് ആയിട്ട് സടകുട മീഡിയയിലേക്ക് വരിക എന്ന് മാത്രമേ പറയുള്ളൂ. വളരെ സന്തോഷമുണ്ട് ആ കമന്റ്സിന് കേട്ടോ. അപ്പൊ ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ട് 6 ദിവസം ആയി. ഇന്നേക്ക് 6 ദിവസമായി. വാവട്ടൻ നല്ല വാവട്ടൻ ഞാൻ ചാടുണ്ടേലേക്ക് കുളിക്കാൻ വേണ്ടിട്ട്. അപ്പോൾ അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ദുബായിൽ നിന്ന് വരുന്നു. അത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല. അത് വിസിറ്റിങ്ങിന് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ സമയം കഴിഞ്ഞു. അപ്പോൾ ഞാൻ നാട്ടിലെത്തി. ഇനി അടുത്ത ജോലിക്ക് കയറണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും നമ്മുടെ ഭാഗത്തുനിന്ന് വല്ല തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രേക്ഷകരും ക്ഷമിക്കാട്ടോ. നമുക്ക് വളരെയധികം സപ്പോർട്ടായിട്ട് മുന്നോട്ട് വരാം. നമുക്ക് ഗ്യാപ്പിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ എന്താ പറയുക, ജോലി കളഞ്ഞിട്ടില്ല. അതാദ്യം പ്രേക്ഷകർ മനസ്സിലാക്കുക. നമുക്ക് നമ്മളെ അടുത്ത് ഇടപഴകുന്ന പ്രേക്ഷകർക്ക് അറിയാം, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ചില സമയങ്ങളാണ് ഇങ്ങനെയൊക്കെ ഒത്തൊരുമിച്ചിട്ട് എല്ലാവരും കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ
അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രണയം എന്ന വെബ് സീരീസിൻ്റെ ലൊക്കേഷൻ. അത് വീണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പുതിയ വീഡിയോയുമായിട്ട്, പുതിയ ഷോർട്ട് ഫിലിം, ടെലിഫിലിം, ഷോർട്ട് വീഡിയോ, രസകരമായ കാഴ്ചകളായിട്ട് ഞങ്ങൾ ഇനിയും വീണ്ടും നിങ്ങൾക്കൊപ്പം എപ്പോഴും എന്നും ഉണ്ടാവും. ഓക്കെ ബൈ. കുട്ടോ, എന്തെങ്ങനെ സുഖല്ലേ? നമ്മളെ സടകുട വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിന്നെ അതിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് നിന്നെ കാണുന്നത്. എന്താണ് നമ്മളെ സടകുട മീഡിയയിലേക്ക് എന്താണ് പ്രേക്ഷകരോട് എന്താ പറയാള്? നിന്നെ കാണാനില്ല. എപ്പോ? അതെ, ഒരു 10 ദിവസം കഴിയണം. എങ്ങനെ? 10 ദിവസം കഴിയണം. 10 ദിവസം? മണ്ണൽ 40 10 ദിവസം 40 മണ്ണൽ 40 കഴിയട്ടെ. അതെ അതെ. ആ ഡ്രൈവിംഗ് കഴിഞ്ഞ് വന്നേ വരുള്ളൂ. വളരെ സുഖല്ലേ? കടുകൂടെ മീഡിയ. എല്ലാ അനുഗ്രഹവും വേണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. ഞങ്ങളിപ്പോ രണ്ടാമത്തെ എപ്പിസോഡത്തെ ആളാണ് പോണത്. ഇപ്പോ പിന്നെ നമ്മുടെ അഞ്ചാമത്തെ എപ്പിസോഡ്. എന്ത്? അഞ്ചാമത്തെ എപ്പിസോഡിൽ ഒരാളുണ്ടാവല്ലോ, ആരാ? മാവട്ടെ. അത് മാവട്ടെ അവിടെ പോയിട്ടുണ്ട്. അത് പോയിട്ട് 5, 6 ആളുണ്ടായിരുന്നു. ഞാൻ പിന്നെ പറയണ്ടല്ലോ, ഫസ്റ്റ് മുതൽ എൻഡിങ് വരെ ഞാൻ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ ഇപ്പൊ ക്യാമറ എടുക്കുന്ന ആള് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരുന്ന ആളാണ്. അതെ അതെ. ആൾക്കാർ ഇങ്ങോട്ട് വെയിറ്റിങ്ങിലാണ്. ഞാനിടക്കും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ മറ്റേ ഇടുത്തല് എല്ലാ എപ്പിസോഡും വൈറലായി അല്ലേ? വൈറലായി. മുൻമുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഓരോ തിരക്കും കാര്യങ്ങളായ കാരണം ആരും രംഗത്തേക്ക് വരില്ല. നമ്മൾ ചെയ്യാണ്ട് കുറെ എണ്ണം. ഇപ്പൊ കുട്ടികളുടെ കുറെ 2-3 ചെയ്യാണ്ട്, എൻ്റെ 2-3 ചെയ്യാണ്ട്. പിന്നെ നമ്മുടെ വാവട്ടതാ കപ്പലാണ്ടിട്ട് വരുന്നില്ലേ? പിന്നെ നമ്മുടെ സംസുഖാന്റെ സംസുഖാന്റെ ഒരു ഷോർട്ട് ഫിലിം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ജിതേഷന്റെ കയ്യിലാണ്. അതെ. അതിപ്പോ ആള് വായിച്ചിട്ട് അതിന്റെ ക്ലൈമാക്സ് ചെറുതാണ്ടെന്ന് പറഞ്ഞു. ഏഡ് ചെയ്ത് കാണുമ്പോ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ ബൈ. ഞാൻ വരുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യും.